വയനാടിനെ കൈപിടിച്ചുയർത്താൻ വേണ്ടിയിട്ട് ആ വലിയൊരു സമാനതകളില്ലാത്ത വലിയൊരു ദുരന്തം സംഭവിച്ച വയനാടിനെ കൈപിടിച്ചുയർത്താൻ എല്ലാവരും അവരുടേതായ കഴിയുന്ന രീതിയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കണ്ടു തമിഴ്നാടെന്ന് പറയുന്നൊരു സംസ്ഥാനം അവർക്കാൽ കഴിയുന്ന രീതിയിലൊരു തുക കേരളത്തിനായിട്ട് 5 കോടി നൽകുന്നു. നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ ഭരിക്കുന്നത് BJP ആണ്, NDA ആണ്. അവർ എന്തെങ്കിലും രീതിയിൽ ഈ വയനാടിനെ രക്ഷിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ടോ? അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാധ്യമങ്ങളൊന്നും ഇത് കൃത്യരീതിയിൽ പ്രചരിപ്പിക്കുന്നില്ല, വലിയ വാർത്തകളാക്കുന്നില്ല. ഈ കേന്ദ്ര സർക്കാരിനോട് 2000 കോടി രൂപയാണ് കേരള സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നരേന്ദ്രമോദി കൃത്യമായി വയനാട്ടിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്, പണത്തിൻ്റെ കുറവുകൊണ്ട് വയനാട്ടിൽ പുനരധിവാസ പ്രവർത്തനങ്ങളൊന്നും തടയില്ല. ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നരേന്ദ്രമോദിയെ കണ്ടിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇത് പെട്ടെന്ന് 2000 കോടി രൂപ തരാനുള്ള ഒരു സംവിധാനം ഒരുക്കണം, ഓണമൊക്കെ വരികയാണ്, ഓണാഘോഷമൊക്കെ നടത്താനുള്ളതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അതാണല്ലോ ചരിത്രം, അങ്ങനെയാണല്ലോ. ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് പണമെടുത്ത് ഉഴവൂർ വിജയൻ്റെ വീട്ടിൽ കൊടുത്ത കഥയൊക്കെ നമുക്കറിയാം. അതോടെ നിൽക്കട്ടെ, മാധ്യമങ്ങൾ വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ചു. അണ്ണൻ തമ്പി ബന്ധത്തിൽ സ്റ്റാലിൻ 5 കോടി കൊടുത്തു, നല്ല കാര്യം. തമിഴ്നാടിന് ആദ്യം ദിവസങ്ങളിൽ തന്നെ അവർ 5 കോടി പ്രഖ്യാപിച്ചു. കർണാടക സർക്കാർ 100 വീടുകൾ പണിത് കൊടുക്കാമെന്ന് പറയുന്നു. അപ്പോൾ ഇതൊക്കെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന സർക്കാരുകളാണ്. അപ്പം പിണറായി വിജയൻ ഭാഗമായി നിൽക്കുന്ന, CPM ഭാഗമായി നിൽക്കുന്ന, ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന സർക്കാരാണ് തമിഴ്നാടും കർണാടകയും ഭരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ആളുകൾ ചോദ്യം ഉണ്ടാകും, അപ്പോൾ BJP NDA എന്ത് കൊടുത്തു എന്നൊരു ചോദ്യമുണ്ട്. അതിന് കൃത്യമായ ഉത്തരമുണ്ട്. അതായത് മധ്യപ്രദേശ് BJP ആണ് ഭരിക്കുന്നത്, 20 കോടി രൂപ വയനാട്ടിലേക്ക് കൊടുത്തിട്ടുണ്ട്. 20 കോടി. നോക്കൂ, ഉത്തർപ്രദേശ് 10 കോടി, യോഗി ആദിത്യനാഥിൻ്റെ ഉത്തർപ്രദേശ് 10 കോടി കൊടുത്തിട്ടുണ്ട്. ആന്ധ്രാപ്രദേശ് 10 കോടി കൊടുത്തിട്ടുണ്ട്. മഹാരാഷ്ട്ര 10 കോടി കൊടുത്തിട്ടുണ്ട്. പക്ഷേ മാധ്യമങ്ങൾക്ക് ഇതൊരു വലിയ വാർത്ത അല്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, സ്വാഭാവികമായും NDA സർക്കാർ അല്ലെങ്കിൽ BJP സർക്കാരുകൾ ഇവിടേക്ക് ഒന്നും ചെയ്തിട്ടില്ല എന്ന് വരുത്തി തീർക്കുക എന്നത് ഇവിടുത്തെ മാധ്യമങ്ങളുടെ ലക്ഷ്യമായി മുന്നോട്ട് പോവുകയാണ്. ഉത്തർപ്രദേശിനെ പറ്റി വളരെ വലിയ രീതിയിൽ ഇടിച്ചു താഴ്ത്തപ്പെടുന്ന രീതിയിലാണ് കേരളത്തിലെ മാധ്യമങ്ങൾ സംസാരിക്കാറുള്ളത്. UP-യിൽ എന്തെങ്കിലുമൊക്കെ നടന്നാൽ UP-യിൽ നടക്കുന്നത് പോലെ തന്നെ കേരളത്തിൽ നടക്കുന്നില്ലേ? അതിലും വലിയ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. എങ്കിലും വടക്കു നോക്കി യന്ത്രങ്ങളായിരിക്കുന്ന മാധ്യമങ്ങൾ കൃത്യമായി UP-യിൽ നടക്കുന്ന എന്തെങ്കിലും ചെറിയ സംഭവങ്ങളെ പർവ്വതീകരിച്ച് വലിയ വിഷയങ്ങളാക്കി നമുക്ക് മുന്നിലേക്ക് കൊണ്ടുത്തരുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു നാടാണ്. ആ UP സർക്കാർ കൊടുത്തത് 10 കോടി രൂപയാണ്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കത്തെഴുതി, ഇങ്ങനെയൊരു പ്രശ്നമുണ്ട്, കാര്യങ്ങൾ ആയി മുന്നോട്ട് പോകണമെന്ന്. അതിന് കൃത്യമായി ഞങ്ങളും കൂടെ ഉണ്ട് എന്നാണ് യോഗി ആദിത്യനാഥ് സർക്കാർ തിരിച്ചു മറുപടി നൽകുക. അങ്ങനെയാണ് 10 കോടി രൂപ ഇങ്ങോട്ടേക്ക് അവർ കൊടുക്കുന്നത്. അപ്പോൾ ഇതൊരു BJP വിരുദ്ധ അജണ്ട സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന മാധ്യമങ്ങൾ ഇതൊന്നും വാർത്തയാക്കില്ല. അവർക്ക് സ്റ്റാലിനും കർണാടക സർക്കാരും ഒക്കെ തന്നെയാണ് വലുത്. അപ്പോൾ കേരള ജനതയ്ക്കൊപ്പം കേന്ദ്ര സർക്കാരുകളുണ്ട്. ഈ നരേന്ദ്രമോദി ഇത് പറഞ്ഞതിന് ശേഷവും നിങ്ങൾ എന്താണ് ചെയ്തത്, വെറുതെ പറഞ്ഞാൽ പോരാ, കൊടുക്കൂ എന്നൊക്കെ പറയപ്പെടുന്ന സൈബർ ലോകത്തെ, ഇടത് സൈബർ കമ്മികളെന്നൊക്കെ വിളിക്കുന്ന ഇടത് സൈബർ ലോകം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരോടൊക്കെയാണ് പറയാനുള്ളത്, നരേന്ദ്രമോദിയാണ് വാക്ക് പറഞ്ഞതെങ്കിൽ അത് നടക്കും. ഗൗതമിന് തോന്നില്ലേ? സ്വാഭാവികമായിട്ടും പുള്ളി വന്നിട്ട് വെറുതെ അങ്ങ് പോകുമൊന്നുമില്ല. 2 മണിക്കൂർ വന്ന് കഴിഞ്ഞ് പോകാമായിരുന്ന ഒരു സന്ദർശനം 7 മണിക്കൂർ നീട്ട് അവിടുത്തെ ജനങ്ങളോട് സംസാരിച്ച് വേദന മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം പോകുന്നത്. വെറുതെ എടുത്ത് കൊടുക്കുമെന്ന് ഇവർ വിചാരിക്കരുത്. നേരെ അവിടെ ചെന്നിട്ട് 20 കോടി പെട്ടെന്ന് വരണം, ഓണമാണ് വരാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? വയനാട്ടിൽ തകർന്ന് തരിപ്പടമായി കിടക്കുന്നവർക്ക് എന്താണ് ഓണം? ഒരു ഓണമില്ല. കേരളത്തിൽ ഓണമില്ലാന്ന് സർക്കാർ പറഞ്ഞാൽ മതിയോ? ഓരോരുത്തരുടെ പോസ്റ്ററുകളും കാര്യങ്ങളും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ മറ്റേ ഓണാഘോഷം, ഓണം വാരാഘോഷം എന്ന് പറഞ്ഞ് തിരുവനന്തപുരത്ത് കുറേ ലൈറ്റ് വിട്ട് കുറേ കോടികൾ പിടിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതേ ഉള്ളൂ ഇല്ലാത്തത്. ബാക്കി എല്ലാവരും ഓണം ആഘോഷിക്കുന്നുണ്ട്. ഓണം ആഘോഷിക്കണം തന്നെയാണ് കേട്ടോ എൻ്റെ അഭിപ്രായം. പോയവർക്ക് പോയി, മരണപ്പെട്ടതും അല്ലെങ്കിൽ നഷ്ടപ്പെട്ടതും തിരികെ വരാൻ പോകുന്നില്ല. ഈ വയനാട്ടിൽ ബാധിക്കപ്പെട്ട ഈ 3 ഗ്രാമങ്ങളിലായി ബാധിക്കപ്പെട്ട ഒരു വലിയ വിഷയം, അത് മലയാളം മനസ്സ് ഏറ്റെടുക്കുക തന്നെ ചെയ്യുന്നു. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഓണം മാർക്കറ്റിനെ കണ്ടുകൊണ്ട്, വിഷയത്തിൽ നിന്ന് പ്രതികരിച്ച് പോവുക പറഞ്ഞു പോവുകയാണ്, ഓണം മാർക്കറ്റിനെ കണ്ടുകൊണ്ട് ജീവിക്കാനിരിക്കുന്ന കുറേ കലാകാരന്മാരും കച്ചവടക്കാരും ഈ നാട്ടിലുണ്ട്. അവർക്കും ജീവിക്കണ്ടേ? അതുകൊണ്ട് ഓണം ആഘോഷിക്കപ്പെടേണ്ട വിഷയം തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ ഇതിൻ്റെ പേരിൽ ഇപ്പോഴേ പോയിട്ട് ആ 2000 കോടി ഇഞ്ഞ് തന്നേരെ. നോക്കൂ, എത്രയോ കോടികളാണ് വയനാടിന് വേണ്ടി ഒഴുകിയെത്തിയത്. അഖിൽമാരാറിനെ പോലെ ചിലരൊക്കെ വന്നിരുന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടും പണം കൊടുക്കാതിരുന്നു. നമ്മൾ ഈ നേരത്തെയൊക്കെ കുറ്റം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോയ കുറ്റം മോഹൻലാൽ ചെയ്ത 3 കോടി രൂപ വിശ്വശാന്തി ഫൗണ്ടേഷൻ്റെ പേരിൽ അവിടെ കൊടുക്കാമെന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. പല താരങ്ങളും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം അയച്ചു കൊടുത്തു. അതൊക്കെ വലിയ കാര്യങ്ങളാണ്. ആയിരക്കണക്കിന് വീടുകളാണ് ഓഫർ വന്നിരിക്കുന്നത്, അവിടെ വെച്ച് കൊടുക്കുന്നത്. ഇതെനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ തവണ ഉണ്ടായ ഉരുൾപൊട്ടൽ സമയത്ത്, പുത്തുമലയിലൊക്കെ ഉണ്ടായ ഉരുൾപൊട്ടൽ സമയത്ത് 650 വീടുകൾ ഓഫർ വന്നിട്ട് ആകെ പണി കഴിപ്പിച്ച് കൊടുക്കാൻ പറ്റിയത് 120 വീടുകളാണ്. അതിൽ ഫെഡറൽ ബാങ്ക് പണിഞ്ഞ 32 വീടുകളും യൂസഫ് അലി പണിഞ്ഞ 30 വീടുകളും മാത്രമാണ് വാസയോഗ്യമായത്. ബാക്കിയൊക്കെ സർക്കാരിൻ്റെ അസ്ഥിമഞ്ജനങ്ങളായി ഇപ്പോഴും നിലനിൽക്കുകയാണ്. അന്ന്
ഈ ഉരുൾപൊട്ടൽ ബാധിക്കപ്പെട്ട ആളുകൾക്ക് ഉരുൾപൊട്ടിയ സ്ഥലത്ത് 3 മാസങ്ങൾക്കിപ്പുറം സമരം ചെയ്യേണ്ടി വന്നു. 6 മാസങ്ങൾക്കിപ്പുറം കോടതി ശാസിച്ചതിന് ശേഷമാണ് സർക്കാർ നിലപാടെടുത്തത്. ആ നിലപാടുകളിലേക്ക് പോകരുത്. ഇപ്പോൾ സർക്കാർ ചെയ്യേണ്ടത് ഈ 2000 കോടി രൂപയ്ക്ക് വേണ്ടി കേന്ദ്ര സർക്കാരിൻ്റെ പിന്നാലെ പോവുകയല്ല. കൊടുക്കൂ, അവർ പണം കൊടുക്കും. കൊടുക്കത്തില്ലെന്ന് അവർ പറഞ്ഞിട്ടില്ല, കൊടുക്കുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായും ഈ കിട്ടിയ പണങ്ങൾ ഉപയോഗിച്ചൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കണം വയനാട്ടിന് വേണ്ടി. വയനാട്ടിന് വേണ്ടി ഇപ്പോൾ ഏക്കർ കണക്കിന് സ്ഥലം ഓഫർ ചെയ്തേക്കുന്നവരുണ്ട്. 100 ഏക്കറും റിപ്പോർട്ടർ ചാനൽ ആൻഡോ ബ്രദേഴ്സ് 100 ഏക്കറിൽ ടൗൺഷിപ്പ് പണിത് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ അവരുടെ ലക്ഷ്യങ്ങൾ വേറെ ആയിരിക്കാം. എന്തോ ഈ പറയപ്പെടുന്ന നമ്മുടെ ബോബി ചെമ്മണ്ണൂർ 100 ഏക്കർ ഓഫർ ചെയ്തിട്ടുണ്ട്. അതിലും ലക്ഷ്യങ്ങളുണ്ട്, റിയൽ എസ്റ്റേറ്റ് ലക്ഷ്യങ്ങൾ പിന്നാലെ വരുന്നുണ്ട്. എന്ത് തന്നെയായാലും അതിന് പറ്റിയ ഈ ആളുകളെ ഒരുമിപ്പിച്ച് അവരെങ്ങനെയാണോ ആ നാട്ടിൽ ജീവിച്ചത് അതേ രീതിയിൽ ടൗൺഷിപ്പുകൾ ഉണ്ടാക്കപ്പെടണം. അതിന് ഓരോ ഏരിയ, ഓരോ വില്ലേജുകൾ, നഷ്ടപ്പെട്ടു പോയ വാർഡുകൾ കണക്കിലെടുക്കുക. ആ വാർഡിന് എത്ര സ്ഥലമായിട്ടുണ്ടായിരുന്നു അത്രയും സ്ഥലം ഏറ്റെടുക്കാനുള്ള സ്ഥലങ്ങൾ വയനാട്ടിലുണ്ട്. അത്രയും സ്ഥലങ്ങൾ ഏറ്റെടുത്ത് അവിടെ അവർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും കൂടിയ വീടുകൾ പണിത് നൽകണം, ആരാധനാലയങ്ങൾ പണിത് നൽകണം, ആശുപത്രികൾ പണിത് നൽകണം, വിദ്യാലയങ്ങൾ പണിത് നൽകണം. അതാണ് സർക്കാർ ചെയ്യേണ്ടത്. അങ്ങനെ സർക്കാരിന് ചെയ്യാൻ സാധിച്ചാൽ സ്വാഭാവികമായ ഒരു പ്ലാൻ വെക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ പ്ലാൻ. ഇനിയും ഫണ്ട് വരില്ലേ? കേന്ദ്രം ഫണ്ട് കൊടുക്കില്ലേ? ഈ പറയപ്പെടുന്ന സംസ്ഥാന സർക്കാരുകൾ കൊടുത്തതുപോലെ ബാക്കിയുള്ള സംസ്ഥാന സർക്കാരുകൾ സഹായിക്കില്ലേ? സഹായം അഭ്യർത്ഥിക്കണം, ചോദിച്ചാൽ കിട്ടും. പക്ഷേ ഇത് ചിലർ ചെയ്യുന്ന സഹായങ്ങൾ മാത്രം വെള്ളി വെളിച്ചത്തിലേക്ക് കൊണ്ടുവരികയും ഇവർക്ക് മാധ്യമങ്ങൾക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും ഇഷ്ടമില്ലാത്ത ചില ആളുകൾ ചെയ്യുന്ന സഹായങ്ങളെ അടിച്ചു താഴ്ത്തുകയും ചെയ്യുന്ന ഒരു പ്രവണത കേരളത്തിലുണ്ട്. യോഗി ആദിത്യനാഥിനെ തെരുവിൽ യോഗി ആദിത്യനാഥിൻ്റെ ബുൾഡോസർ രാഷ്ട്രീയത്തെ വിമർശിക്കുന്നവരുണ്ട്. യോഗി ആദിത്യനാഥിൻ്റെ ബുൾഡോസർ കയറി ചെല്ലുന്നത് എവിടെയാ? അവിടെ സ്ത്രീജനങ്ങളെയും ഇത് തിരിച്ചും ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം CMDRF ഫണ്ട് നൽകരുത് എന്ന് പറഞ്ഞിട്ട് ആ ഒരു സമയത്ത്, ഈ ദുരന്തം ഉണ്ടായിരുന്ന ആ സമയത്ത് വലിയ രീതിയിലുള്ള പ്രചരണങ്ങളായിരുന്നു. അല്ല, ആ പ്രചരണം തെറ്റാണ്. ഇത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെയോ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെയോ ഒന്നും ഫണ്ടല്ല. ഇത് സർക്കാരിന്റെ ഫണ്ടാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ആ പ്രചരണം ഉണ്ടായത് എന്ന ചോദ്യം ദുരന്തമുഖത്ത് നിന്ന് അങ്ങോട്ട് മാറി നിന്ന് ചിന്തിക്കുമ്പോഴാണ് അത് പറഞ്ഞവരെ നമുക്ക് കുറ്റം പറയാതിരിക്കാൻ പറ്റുന്നത്. കഴിഞ്ഞ തവണ ഈ പ്രളയമുണ്ടായപ്പോഴും ഒക്കെ ഉണ്ടാക്കിയെടുത്ത പണം കൊണ്ടുവന്ന് ഉഴവൂർ വിജയന്റെ വീട്ടിൽ കൊണ്ട് കൊടുത്തതിനൊക്കെ എതിർക്കപ്പെടേണ്ടതല്ലേ? സ്വാഭാവികമല്ലേ? KSFക്ക് ലാപ്ടോപ്പ് വാങ്ങിയെന്ന് പറഞ്ഞ് അഖിൽമാരാറുണ്ടാക്കിയ വിവാദമുണ്ട്. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ പ്രളയ സമയത്ത് ലാപ്ടോപ്പ് നഷ്ടപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പഠിക്കാനാണ്. പക്ഷേ കോവിഡ് സമയത്ത് വിദ്യാർത്ഥികൾക്ക് വീട്ടിലിരുന്ന് പഠിക്കാനാണ്. പക്ഷെ അതെങ്ങനെയാണ് കൊടുത്ത ലാപ്ടോപ്പുകളുടെ ക്വാളിറ്റി KSFയുമായിട്ട് എന്താണ് ബന്ധം? ഈ ചോദ്യങ്ങളൊക്കെ അവിടെ ബാക്കി നിൽക്കുകയാണ്. സംസ്ഥാന സർക്കാരുകൾ പിന്നെ ഈ പറയപ്പെടുന്ന ഫണ്ട് തട്ടിപ്പ് കേസ്, ദുരിതാശ്വാസ നിധിയിലുണ്ടായ ഫണ്ട് തട്ടിപ്പ്, അത് ലോകായുക്ത തെളിവുകളില്ലാന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു എന്നൊക്കെ പറയാമെങ്കിലും ആളുകൾ മനസ്സിൽ ഇത് വെച്ചിരിക്കുകയാണ്. നേരിട്ട് കൊണ്ട് കൊടുക്കലൊന്നും പ്രായോഗികമാവത്തില്ല. ആവൂ ഗൗതമൻ ഇപ്പോൾ ഒരു 5 ലക്ഷം രൂപ കയ്യിലുണ്ട്. ആളുകൾ പക്ഷേ അതിലേക്ക് ഒരുപാട് ഫണ്ടുകൾ ഒഴുകിയെത്തി. ആളുകൾക്ക് ഇതൊക്കെ അറിയാവുന്നത് തന്നെയാണ്. അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ പല ആളുകളും അതിൽ ഫണ്ട് നൽകിയിട്ടുമുണ്ട്. അല്ല, സ്വാഭാവികമായിട്ട് ഫണ്ടില്ലെന്ന് പറയുന്നില്ല. അവർ കണക്കുകൾ പുറത്തു വിടുന്നുണ്ടല്ലോ. ഓരോരുത്തരും കൊടുത്ത കണക്കുകൾ സർക്കാർ പുറത്തു വിടുന്നത്. ഗൗതമനും വേണമെങ്കിൽ കിട്ടും. അവർ വെബ്സൈറ്റ് സന്ദർശിച്ചാൽ നമുക്ക് അതിൻ്റെ കണക്കുകൾ എടുക്കാൻ പറ്റും. സ്വാഭാവികമായിട്ടും ഞാൻ പറയുന്ന ഇത്രയേ ഉള്ളൂ. ഈ നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെ ഏകദേശം 50 കോടിക്ക് അടുത്തൊരു തുകയാണ് പറഞ്ഞത്. സ്വാഭാവികമായിട്ടും ബാക്കിയുള്ള ഓഫറുകൾ ബാക്കി നിൽക്കുന്നു. വന്ന് ഒഴുകിയെത്തിയ കോടികൾ ബാക്കി നിൽക്കുന്നു. ഇതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പോരാത്ത പണം കേന്ദ്രത്തോട് ചോദിച്ചുകൊണ്ട് ഈ വയനാട്ടിൽ വീട് നഷ്ടപ്പെട്ടവർക്ക്, ഊര് നഷ്ടപ്പെട്ടവർക്ക്, സ്വത്ത് നഷ്ടപ്പെട്ടവർക്ക്, കൃഷിയിടങ്ങൾ നഷ്ടപ്പെട്ടവർക്ക്, വളർത്തുമൃഗങ്ങൾ നഷ്ടപ്പെട്ടവർക്ക്, കച്ചവട സ്ഥാപനങ്ങൾ നഷ്ടപ്പെട്ടവർക്ക്, വാഹനങ്ങൾ നഷ്ടപ്പെട്ടവർക്ക്, അങ്ങനെ എന്തൊക്കെയാണോ അവരുടെ നഷ്ടങ്ങൾ അതിനെയെല്ലാം തിരിച്ചു കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരുകൾക്കുണ്ട്. അതിന് ആരുടെ സഹായവും തേടാം. കാരണം ഇതൊരു പ്രകൃതി ദുരന്തമാണ്. അവിടെ പ്രകൃതി ദുരന്തം ഉണ്ടാകുമെന്നും ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും പലരും മാധ്യമങ്ങൾ പറയുന്നതോ കേന്ദ്രം പറഞ്ഞതോ ഞാൻ പറയുന്നില്ല. അമിത്ഷായുടെ പ്രസംഗത്തെ ഞാൻ എതിർത്തുകൊണ്ട് തന്നെയാണ് സംസാരിച്ചത്. ലോക്സഭയിൽ അമിത്ഷാ പറഞ്ഞത് തെറ്റായിപ്പോയി എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇതറിയാം. തലേ ദിവസത്തെ മാധ്യമ റിപ്പോർട്ടുകൾ നോക്കണം. ഈ അപകടമുണ്ടാകുന്നതിൻ്റെ തലേ ദിവസം കൃത്യമായി മാധ്യമങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ കലങ്ങി കുത്തി ഒലിച്ചു വരുന്ന വെള്ളം, തോരാത്ത മഴ, കുതിർന്നു നിൽക്കുന്ന മലയിടിവുകൾ, അവിടെ എന്താണ് സർക്കാർ സംവിധാനം എടുത്തത്? അല്ലെങ്കിൽ ഇനി പശ്ചിമഘട്ടം മുഴുവൻ പ്രശ്നത്തിലാണെന്ന് പറയുമ്പോൾ അവിടുത്തെ പ്രശ്നം ഒഴിവാക്കാൻ എന്ത് കാര്യങ്ങളാണ് സംസ്ഥാന സർക്കാരുകൾ ചെയ്യുന്നത്? ഒരു പ്രശ്നമുണ്ടായി ഇവരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ അവിടെ ബാക്കിയാവുകയാണ്. എന്തായാലും ഇത് സംസ്ഥാന സർക്കാരിന് വീഴ്ചയുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ദുരിതബാധിതരെ നോക്കൂ, അവർ ആജീവനാന്തകാലം ജീവിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്തുക്കളാണ് പോയത്. അപ്പോൾ ഇവരെ അത് അർഹിക്കുന്ന രീതിയിൽ പുനരധിവസിപ്പിക്കണം. അതിന് ഈ പറയപ്പെടുന്ന NDA ഭരിക്കുന്ന സർക്കാരാവട്ടെ, UPA ഭരിക്കുന്ന സർക്കാരാകട്ടെ, ഇന്ത്യ മുന്നണി ഏത് സർക്കാരുകളാവട്ടോ ആരുടെ സഹായം തേടിയിട്ടായാലും അതിന് വേണ്ട അത് ചെയ്യണമെങ്കിൽ ഞങ്ങൾ ഇതാണ് ചെയ്യാൻ പോകുന്നത് എന്നൊരു പ്ലാൻ മുന്നോട്ട് വെക്കാൻ സംസ്ഥാനം റീബിൽഡ് വയനാട് എന്ന് പറയുന്നത് വളരെ ശക്തമായിട്ട് മുമ്പോട്ട് പോട്ടെ. അവിടെ ജീവിച്ച ജനങ്ങൾ എങ്ങനെയായിരുന്നുവോ അവിടെ ജീവിച്ചത് ആ രീതിയിൽ വീണ്ടും ഒരു ജീവിതം സർക്കാർ തന്നെയാണ് അവർക്ക് അവിടെ ഉണ്ടാക്കി കൊടുക്കുന്നത്. 1 രൂപയെങ്കിൽ 1 രൂപ സഹായം ചെയ്തവരോടെല്ലാം മലയാളികൾ നന്ദിയോട് സ്മരിക്കും. അവർക്കൊക്കെ ഒരു പ്രശ്നം വരുമ്പോൾ മലയാളികളും കേരള സർക്കാരും കൂടെ ഉണ്ടാവും. ആ കാര്യത്തിൽ ആർക്കും സംശയമൊന്നും വേണ്ട.